ബദരീങ്ങൾ കയറിപ്പോയ ആ വടിയിലൂടെ നീ കയറിയിട്ടില്ല എങ്കിൽ അവർ പോയ സ്വർഗത്തിലേക്ക് നിനക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് നീ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ബദർ എന്തിനാണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കലിമത്തു തൗഹീദിനു വേണ്ടിയാണ്, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തത്. ബദർ മൗലീദ് എന്ന പേരിൽ ആളുകൾ മാലകൾ പാടുന്ന, ബദരീങ്ങളെ പുകഴ്ത്തുന്നു എന്ന പേരിൽ ബദർ മൗലീദിലെ വരികളിൽ ഒന്ന് ഇപ്രകാരമാണ്: യാ മൻ ബിഹി ഹല്ല റദ വമൻ ബിഹിം നകദ. ഇതാ പ്രയാസങ്ങൾ ബാധിച്ചവരെ, നഷ്ടങ്ങൾ ബാധിച്ചവനെ, ഖുൽ നാദിയൻ മുസ്തൻജിദൻ യാ അഹ്ല ബദരി ശുഹദാ. നിനക്ക് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എങ്കിൽ നീ വിളിച്ചുകൊള്ളുക. ഖുൽ, നീ പറയുക, നാദിയൻ മുസ്തൻജിദ, നീ വിളിച്ചുകൊള്ളുക. മുസ്തൻജിദൻ, നീ സഹായത്തേട്ടം നടത്തിക്കൊള്ളുക, ഇസ്തിഗാസ നടത്തിക്കൊള്ളുക. എന്താണ് നീ പറയേണ്ടത്? യാ അഹ്ല ബദരി ശുഹദാ, ബദറിൽ മരിച്ചു വീണ ശുഹദാക്കളെ, എൻ്റെ ഈ പ്രയാസങ്ങൾ നീക്കിത്തരണമേ എന്ന് നീ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ ബദരീങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന വാദമല്ലേ ഇത്? അവർ മരിച്ചു വീണത് അവരെ ദുആ ചെയ്യാനാണോ, അവരോട് പ്രാർത്ഥിക്കാനാണോ, അവരോട് സഹായം തേടാനാണോ? ബദരീങ്ങൾ മരണപ്പെട്ടു. അടുത്ത വർഷം ഉഹദ് ഉണ്ടായി. ഉഹദിൽ പ്രയാസങ്ങൾ ഉണ്ടായി. ചില ആളുകൾ തിരിഞ്ഞോടി ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന്. അതിൽ ചിലർ ബദരീങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ വിളിച്ചോ, ഇതാ ബദരീങ്ങളെ, ശുഹദാക്കളെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഈ യുദ്ധത്തിൽ വിജയം നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പട്ടിണി ഉണ്ടായിട്ടുണ്ട്. അംവാസ് എന്ന പ്രദേശത്ത് ധാരാളക്കണക്കിന് സഹാബികൾ മരിച്ചു വീണ ഒരു പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഇതാ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട്, ഇതൊന്ന് നീക്കി തരണമേ റസൂലുള്ളാഹ് എന്ന് അവർ തേടിയ ഒരു സംഭവമുണ്ടോ സഹോദരൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയിരിക്കുന്നത്. കഴിഞ്ഞോ? ഇല്ല. ആ വീട്ടിൽ മറമാടപ്പെട്ട മറ്റൊരാളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ, ഔലിയാക്കന്മാരുടെ നേതാവാണ് അദ്ദേഹം. നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അപ്പുറത്ത് കിടക്കുന്നതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഉമറിന്റെ ഖബറുണ്ട് അവിടെ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സുഫീൻ യുദ്ധം ഉണ്ടായി അവർക്കിടയിൽ, ആയിഷ റളിയല്ലാഹു അൻഹക്കും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റൊരു സംഘത്തിനും ഇടയിൽ ഖബർ അടുത്ത് തന്നെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഈ കാര്യത്തിൽ എന്താണ് പ്രശ്നത്തിനൊരു പരിഹാരമുള്ളത്? സ്വപ്നത്തിലെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന കറാമത്ത് കഥകളിൽ പലതിലും സ്വപ്നം പോലും അല്ല. ചിലതിലൊക്കെ എന്താ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്നു, അപ്പൊ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു, തങ്ങൾ നമ്മളൊപ്പം ഉണ്ടായിരുന്നു, ആരുമില്ല ഖബറിന്റെ അടുത്ത്. അപ്പോഴുണ്ട് റസൂലുള്ളാഹി അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വലിയന് കൈ കൊടുക്കുന്നു, എന്നിട്ട് വലിയനോട് ഇങ്ങനെയൊക്കെ പറയും. ഈ കഥകളല്ലേ നമ്മുടെ നാട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, അവരെപ്പോഴും ആ വീട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തേടിയ ഒരു സംഭവം ഇല്ല. സഹോദരങ്ങളെ, ബദർ മൗലീദ് ചൊല്ലുന്നവൻ ബദരീങ്ങളുടെ ആദർശത്തെ നശിപ്പിക്കുകയാണ്.